റഷാസ്വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കി എടുത്ത ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വക ഒരു കിടിലൻ ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉപ്മാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു രീതിയിലാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ റവ കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ആ റവ ഒന്ന് വറുത്ത് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ സബോളയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതൊരു പകുതിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ റവ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉപ്മാവിന് കിട്ടുക. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇക്കാൻ്റെ സ്പെഷ്യൽ ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ഇക്ക പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതാ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. സബോള നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിതൊന്ന് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു കുറച്ച് തക്കാളി, ഒരു 2-3 കഷ്ണം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമൊക്കെ എടുത്താൽ മതി. അങ്ങനെ ഇതാ ഞാൻ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. റവ വേവും വേണം, അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ വെള്ളമാവാനും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഒരു പൊടി പോലെയാണ് ഈ ഒരു റവ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ നല്ല വെള്ളത്തിലാണ് കേട്ടോ ഈ ഒരു റവ ഉപ്മാവ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതാ മക്കൾ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു, ഇക്കയും മക്കളും കൂടിയിട്ട്. അപ്പോൾ അവർ തന്നെയാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇക്ക അതാ ബാക്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒക്കെ ബില്ലാക്കലും ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും അതുപോലത്തെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ അവർ പോയത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവർ തന്നെ ബില്ലടിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പച്ചക്കറി സെക്ഷനാണ് കേട്ടോ. പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ നിന്നാണ് ബില്ലടിക്കുന്നത്. അതിനുശേഷം വേറൊരു സെക്ഷനിലേക്ക് പോയിട്ട് ഫുള്ളായിട്ടുള്ള ബില്ല് അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ ബില്ല് അടിച്ചാൽ മാത്രം മതി.
അങ്ങനെ എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവർ ഇവിടുന്ന് ബില്ലടിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് കൗണ്ടറിലാണ് കേട്ടോ ബില്ലടിക്കേണ്ടത്. പൈസയൊക്കെ ഇവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ പച്ചക്കറി കണ്ടത് അവിടെ ജസ്റ്റ് വെയിറ്റും അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ടും മാത്രമേ അടിച്ചു തരുള്ളൂ. പേയ്മെൻറ്റ് ഇവിടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അവരിതാ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവർ വന്നപ്പോൾ സാധനങ്ങളൊക്കെ കൊടുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ബസ്മതി റൈസ് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. 1 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, എങ്കിലേ നന്നായിട്ട് വെന്ത് വരുള്ളൂ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി മന്തിയിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ കപ്സ മസാലയും അതുപോലെ തന്നെ മാഗി ക്യൂബും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഏലക്കായ കേട്ടോ, ഒരു 5-6 ഏലക്കായ മതി. പിന്നെ ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിന, ഒരു ചെറിയ സബോള ചെറുതാക്കി ചോപ്പ് ചെയ്തത്, ഒരു പകുതി തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തത് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ചെറുതല്ല, ഒരു 8 പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്ന് എടുത്തിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാണ് കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു മസാലകളൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മന്തി റെഡിയാക്കി എടുക്കാൻ തുടങ്ങി. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാശ്മീരി ചില്ലിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ വേവാൻ ആവശ്യമുള്ള ഓയിൽ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ, കുറച്ച് സമയം തന്നെ. ഇനി ഞാൻ എല്ലാ ചിക്കൻ പീസിലും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചതിന് ശേഷം വേവിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചിക്കൻ വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു കുക്കിംഗ് പോട്ടിലേക്ക് ഒരു 1/2 ഭാഗം തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നേരത്തെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഏകദേശം നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. പെട്ടെന്ന് തന്നെ വേവും. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയാവും. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. മൂടി വെക്കണം. മൂടി വെച്ച ശേഷമാണ് വേവിച്ചെടുക്കേണ്ടത്. ലാസ്റ്റ് മാത്രമാണ് നമുക്ക് കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് റൈസിന് വേണ്ടിയിട്ട് വേണം. റൈസ് ഞാൻ നേരത്തെ വെന്ത് വന്നത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരിപ്പയിലേക്ക് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലുള്ള ഓയിൽ ഞാനിതാ റൈസിലേക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇതൊക്കെ.
അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 ഡ്രോപ്പ് കളറ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും അതിലെ മസാലയും എല്ലാം കൂടിയിട്ട് നമ്മൾ ഈ ഒരു റൈസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ മല്ലിയിലയും സബോളയും എല്ലാം ഈ ഒരു ചിക്കനുമായിട്ട് ഒരു മസാല പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്. വേറെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള 2 റെസിപ്പീസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ വെറൈറ്റി ഉപ്മാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തിയാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, ഒരു പുതിയ റെസിപ്പിയോ അല്ലെങ്കിൽ പുതിയ വ്ളോഗൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.